AI വെച്ചാൽ നമുക്കൊരു ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലും AI വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതിൽ ചില ജോലി സാധ്യതകളാണ് നമ്മൾ പറഞ്ഞു AI ടൂൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ചില ജോലി സാധ്യതകളാണ് പറഞ്ഞു തരുന്നത്. ഇത് ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് AI ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പം ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ഒരു ഡിസൈനർക്ക് പോകാൻ പൈസ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് തന്നെ അങ്ങനെയുള്ള അവരാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവരെ സ്വന്തമായിട്ട് അവർക്ക് ലോഗോ ഡിസൈൻ ചെയ്യാം. അത് മാത്രമല്ല കണ്ടന്റ് ക്രിയേറ്റർമാർ റീപ്ലേസ് ചെയ്യപ്പെടുമോ രാഹുലെ? നമ്മൾ ഇതിലുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് AI ഇൻഫ്ലുവൻസറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. AI-നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ AI-നെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇനിയൊരു സംഭവം പോസിബിൾ അല്ല. അപ്പൊ ഇപ്പോഴേ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോയാലൊക്കെ അവർക്കൊരു ബെറ്റർ സാധനം കിട്ടുമെന്നുള്ളതാണ്. ഇനിയുള്ള കാലത്ത് നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മുന്നേ എന്താ വെച്ചാൽ ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് റാങ്ക് കാര്യങ്ങളാണ്. ഇനി അങ്ങനെയല്ല വരുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് AI ടൂൾസിൽ പ്രൊഫഷൻസി ഉണ്ടോ എന്നാണ് ആൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ നമ്മൾ ഈ AI കുറിച്ചൊക്കെ നമ്മൾ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും AI വന്നു കഴിഞ്ഞാൽ ജോലി പോവും ശരിയാണ്. എന്നാൽ പോലും രാഹുൽ അറ്റ് ദ സെയിം ടൈം AI നൽകുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ബിഗാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് AI നൽകുന്ന തൊഴിൽ സാധ്യതകൾ. ഈ കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ ഇത് എന്തിനു പഠിക്കണമെന്നുള്ള ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം കൂടെ ആട്ടെ ഇത് അല്ലേ? ഇപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിത് പഠിക്കണമെങ്കിൽ ഇവർക്കൊരു ആപ്പുണ്ട്. ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ബിസിനസ്സുകാരാകട്ടെ, ജോലി അന്വേഷിക്കുന്ന ആൾക്കാരാകട്ടെ, നീ AI-യെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ, അത് അനുസരിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? അനുസരിച്ച് ആയി വാ രാവിലെ. അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. AI നൽകുന്ന തൊഴിൽ സാധ്യതകൾ അല്ലേ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ഓൺലൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന AI വെച്ചാൽ നമുക്കൊരു ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലും AI വെച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. അതിൽ ചില ജോലി സാധ്യതകളാണ് നമ്മൾ പറഞ്ഞു AI ടൂൾസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ചില ജോലി സാധ്യതകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. മെയിനായിട്ട് നമുക്ക് കണ്ടന്റ് റൈറ്റിംഗ് എല്ലാവർക്കും വേണ്ടതാ. നല്ലൊരു കോപ്പി. ഇപ്പം ചില കോപ്പീസ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മറന്നുപോകില്ല, പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ പണ്ടത്തെ വന്നല്ലോ വനമാല അങ്ങനത്തെ കോപ്പീസ് ഒക്കെ ഇല്ലേ, അത് ഒന്നാമത് നമ്മളെ ക്രിയേറ്റിവിറ്റി ആണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് AI ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും. കണ്ടന്റ് റൈറ്റിംഗിൽ കുറച്ചുകൂടെ ഈ ടാഗ് ലൈൻസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ്, നല്ല കണ്ടന്റ്സ് നമുക്ക് AI വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത് വരികയാണെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ്. ഇപ്പം മിക്കവാറും ഇപ്പം എല്ലാവർക്കും അറിയാം, ഗ്രാഫിക് ഡിസൈനിങ് പണ്ടത്തെ പോലെ അത്ര ടിഡിയസ് ആയിട്ട് അവർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരുന്നില്ല. AI-ന്റെ ഹെൽപ്പ് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് മുന്നേ ഗ്രാഫിക് ഡിസൈനേഴ്സിന് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് എടുക്കുന്ന അത്രയും ടൈം നമുക്ക് എടുക്കേണ്ടി വരുന്നില്ല. ഇവൻ അത് ഗ്രാഫിക് ഡിസൈനേഴ്സിന് തന്നെയാണ് കുറച്ചും കൂടെ ബെനിഫിറ്റ്. ഞാൻ അതിൻ്റെ ഒരു കൗണ്ടർ പറയുകയാണെങ്കിൽ അനുസരിച്ച്, ബിക്കോസ് എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ പറയുന്ന പോലെ ഒരു ക്രിയേറ്റിവിറ്റി അത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് വളരെ വലിയൊരു സാധനം തന്നെയാണ് അല്ലേ? ഇപ്പം AI-യോട് നമ്മൾ പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൺകുട്ടി ഒരു കാടിന് ഉള്ളിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലൊരു പാരറ്റ് ഇരിക്കുന്ന ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് തരും, നോ ഡൗട്ട്. പക്ഷെ എങ്കിലും ആ ഒറിജിനാലിറ്റി ഫാക്ടറിലേക്ക് വരുമ്പോൾ ക്രിയേറ്റിവിറ്റിയുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഇത് ലക്ഷ്യം വെക്കുന്നത് വെച്ചാൽ ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് AI ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക് ഡിസൈനിങ് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പം ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ഒരു ഡിസൈനർക്ക് പോകാൻ പൈസ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് തന്നെ അങ്ങനെയുള്ള അവരാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവരെ സ്വന്തമായിട്ട് അവർക്ക് ലോഗോ ഡിസൈൻ ചെയ്യാം. അത് മാത്രമല്ല പോസ്റ്റർ, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് ഡെയിലി പുതിയ പോസ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന ഏൽപ്പിച്ച് പൈസ കൊടുക്കണം. പക്ഷെ അത് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. സ്ഥാപനങ്ങൾക്ക് അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം. അല്ല, അവർക്ക് അതൊരു വരുമാന മാർഗമായിട്ടും ചെയ്യാൻ പറ്റും. ഒരുപാട് സൈറ്റ് ഉണ്ട്, അതിൽ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സ് ഏതെല്ലാം ഞങ്ങൾ 360 ഡിഗ്രിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവരെ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനേഴ്സ് ഞാൻ നിങ്ങളുടെ ബസ്സാണ് കേട്ടോ പറഞ്ഞു. ഗ്രാഫിക് ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്ന നമ്മൾ പറയുന്നില്ല. ഞങ്ങൾ ഗ്രാഫിക് ഡിസൈനർമാർക്ക് ഭയങ്കര വിഷമമുള്ള കേസാണ്. നിങ്ങൾ എന്ത് AI പറഞ്ഞാലും ഗ്രാഫിക് ഡിസൈനർമാരെന്ന് പറഞ്ഞാൽ അവന്മാർ ചില്ലറക്കാരല്ല കേട്ടോ. അവരൊരു ഫോർ എക്സാമ്പിൾ യഥാർത്ഥ ടെംപ്ലേറ്റ്സ് കോപ്പി അടിക്കുന്നവനല്ല കേട്ടോ. യഥാർത്ഥ ഗ്രാഫിക് ഡിസൈനർ എന്ന് പറഞ്ഞാൽ രാഹുല്
പറയുകയാണ് എൻ്റെ സ്ഥാപനത്തിലേക്ക് വേണ്ടി ഒരു ലോഗോ വേണം എന്ന് പറയുമ്പോൾ ആ ഗ്രാഫിക് ഡിസൈനർ പോകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, നിങ്ങളുടെ കളർ എന്താണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്, ഏത് ആളുകളെയാണ്, അത് അവൻ്റെ ബ്രെയിനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഷ്വലൈസേഷൻ. അത് അമേസിങ്. പ്രോംപ്റ്റ് ചിലപ്പോൾ പറഞ്ഞുതരും ഒരു ചേട്ടൻ, അത് പറ്റും. ഞാൻ എതിർത്തല്ല. ബട്ട് തിങ്സ് ദാറ്റ് ഗ്രാഫിക് ഡിസൈനർമാരെ നിങ്ങൾ കണ്ടോ? അവര് ഒരു സിനിമയിൽ ഒരു ഇയാൾ പറയില്ലേ, നമ്മുടെ ഇവൻ്റെ പേരെന്താണ്, സൗബിൻ ഷാഹിർ, കുറച്ച് ഇമേജ് ഇല്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നത് അല്ലേ? അതെ, ഗ്രാഫിക് ഡിസൈനേഴ്സ് എനിക്കിഷ്ടമാണ്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ അല്ല, പക്ഷെ എനിക്കിഷ്ടമാണ് ഗ്രാഫിക് ഡിസൈൻ. ഗ്രാഫിക് ഡിസൈനേഴ്സ് പീപ്പിൾസ് ആർ വെരി ബ്ലസ്ഡ്. അവർ ക്രിയേറ്റിവിറ്റിയുടെ എക്സ്ട്രീമാണ്. അല്ല, അത് റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ അതൊരു ഡിബേറ്റാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. റീപ്ലേസ് ചെയ്യുന്നതല്ല നമ്മൾ പറഞ്ഞത്, അവർക്ക് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്കും ഇംപ്രവൈസ് ചെയ്യാം. പക്ഷെ ചെറിയ ചെറിയ സംരംഭകർക്ക് ചിലപ്പോൾ ഇവർ അഫോർഡ് ചെയ്യണം പറ്റണമെന്നില്ല. അവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിക്കോട്ടെ. പിന്നെ ഇപ്പൊ നമുക്ക് മ്യൂസിക് ക്രിയേഷൻ ആണ്. അതും ഇപ്പോ എല്ലാവർക്കും അതിനും ചിലപ്പോൾ ഇവർ പറയും, സിംഗേഴ്സ് പറയും, നമ്മളത്ര ക്രിയേറ്റിവിറ്റിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല. നമുക്ക് ചെറിയ ഒരു എമൗണ്ടിൽ ചെറിയൊരു ടൈമിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് നമുക്കൊരു കാര്യം ആവശ്യമായിട്ട് വരികയാണ്. നമുക്കൊരു ടൈറ്റിൽ സോങ് വേണം. ഇപ്പൊ എല്ലാ കുട്ടികളും ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്ന സമയമാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണം. നമുക്ക് കോപ്പി അടിച്ചെടുക്കാൻ പറ്റില്ല, കോപ്പി എടുക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നാലാമത് വരുമ്പോഴോ നിങ്ങൾ ആളുകൾ വിളിച്ച് പൊങ്കാലട്ടത് കേട്ടോ, ചേച്ചി വന്ന് നമ്മളുടെ പണികളൊക്കെ. പിന്നെ അടുത്ത് നമുക്ക് ആഡ് വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാം, അഡ്വർടൈസ്മെന്റ്. അതൊക്കെ എന്തായാലും സിനിമയിലൊക്കെ ആക്ച്വലി ഇതിനൊരു എലമെന്റ്സുകൾ ഇപ്പോഴും ഉപയോഗിച്ച് വരുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ സോറ വന്നു കഴിഞ്ഞു. സോറ എന്ന് പറയുന്നത് ഓപ്പൺ എഐയുടെ തന്നെ വീഡിയോ ക്രിയേറ്റിംഗ് ടൂളാണ്. നമ്മൾക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ലെന്നേലും, പക്ഷെ അതിപ്പം എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാവരും കാണുന്നുണ്ടാവും. അതിന്റെ ഇമേജ് ക്വാളിറ്റി വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഫിലിം, ഒരു ഹോളിവുഡ് ഫിലിം പോലെ തന്നെയാണ് ഉള്ളത്. അപ്പൊ അത്രമാത്രം പൂച്ച നടന്നു പോകുന്ന ഒരാള്, പിന്നെ വേറെ ഒരു പ്ലാനറ്റിൽ പോയിട്ട് നടക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങള് ശരിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ഇത് കണ്ടന്റ് ക്രിയേറ്റർമാർ റീപ്ലേസ് ചെയ്യപ്പെടുമോ രാഹുലെ? കണ്ടന്റ് ക്രിയേറ്റർ റീപ്ലേസ് ചെയ്യില്ല. അവർക്ക് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ യൂട്യൂബിന്റെ അൽഗോരിതത്തില് 2024-25 ഇയർ ഓർക്കുന്നില്ല, അവർ കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഷോർട്സിൽ AI ക്രിയേറ്റഡ് വീഡിയോസ്. ഗൂഗിൾ യൂട്യൂബിൽ അതിൻ്റെ ഒരു ഇത് കണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുമ്പോൾ ഒരു ആന നടന്നു വരുന്നു അല്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് കോണ്ടന്റ് വേണമെങ്കിൽ ആന നടത്തിക്കൊണ്ടുവരുന്നൊരു വീഡിയോ കിട്ടും, ചെറിയൊരു ക്ലിപ്പായിട്ടെന്നൊക്കെ പറഞ്ഞു. സാർ ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ സാർ പറഞ്ഞല്ലോ, AI ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് നമുക്കത് ഹ്യൂമനൈസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഭയങ്കര ഫാസ്റ്റാണ് ഈ ടെക്നോളജി. സാറിനെ തന്നെ ക്ലോൺ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോ വേണ്ട. അത് ഒരേ സമയം പോസിറ്റീവ് നെഗറ്റീവ് ആണ്. സാറിന് ഇപ്പം 2 വീഡിയോ ചെയ്യണം, ഇപ്പം സാറിന് ഇന്ന് അത്ര ഒരു മൂഡില്ല, ചെയ്യാനൊരു സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ നമ്മുടെ ഓൾറെഡി ബിസിനസ് വ്യത്യസ്ത രൂപത്തിലുള്ള ബിസിനസ്സുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കാലിക്കട്ട് ഒരു കമ്പനി, ഒരു കുപ്പി ഉണ്ടാക്കുന്ന ഒരു കമ്പനീനെ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റും. കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ പറയല്ലേ? അതൊക്കെ ടെക്നോളജിക്കൽ ഡെവലപ്പായിട്ട് വരുന്നേ. സാർ ഇപ്പം നമ്മൾ വരുന്ന പുതിയൊരു ഇതുണ്ട്, യൂട്യൂബേഴ്സ് AI ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. AI ഇൻഫ്ലുവൻസേഴ്സ് അത് ഭയങ്കര ഇതായിട്ട് വരുന്ന ഒരു നമ്മൾ ഇതിലുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്, AI ഇൻഫ്ലുവൻസറിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഇൻഫ്ലുവൻസർ ഞങ്ങളൊക്കെ തന്നെ മതി. പറയാൻ പറ്റില്ല. സാർ ഇപ്പോൾ നമ്മൾ ആഡ് വീഡിയോസ് പറഞ്ഞല്ലോ, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ മോക്കപ്സ്, ഇപ്പോൾ അവർക്കൊരു സെലിബ്രിറ്റീനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ മോഡൽസിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ AI-നെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ആഡ് വീഡിയോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അവിടെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ചെറിയ ചെറിയ സംരംഭകരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ ഒരു മോഡലിന് വെച്ച് 10,000 to 20,000 കൊടുക്കേണ്ടി വരും. പക്ഷേ ഒരു സ്റ്റുഡിയോൻ്റെ കാര്യം വേണ്ട, അവർക്ക് തന്നെ സ്വന്തമായിട്ട് AI ടൂൾ വെച്ചിട്ട് നമുക്ക്
ആഡ് വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തെന്തായിരിക്കും? നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെബ്സൈറ്റ് ഉണ്ടാക്കാം. നമുക്ക് ഒരു ചെറിയൊരു പ്രോംപ്റ്റ് എന്ന് വെച്ചിട്ട് തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. തീർച്ചയായും. അതും നമ്മളൊരു കോമ്പറ്റീഷൻ വരുന്നതല്ല, ഡെവലപ്പർമാരോട് കോമ്പറ്റീറ്റ് ചെയ്യുന്നതല്ല, അവർക്കൊക്കെ അറിയാന്നേ. അവർക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളിത് പറയാറുണ്ട്, ആൾക്കറിയാത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പം നമുക്കൊരു മിനിമം ബഡ്ജറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് ഹോസ്റ്റിംഗിന് എക്സ്പെൻസ് ആവുന്ന മാത്രമേ. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇ ബുക്ക് ക്രിയേഷൻ. ഇ ബുക്ക് ക്രിയേഷൻ വെച്ചാൽ നമുക്ക് കോമിക് ബുക്ക്, സ്റ്റോറി ബുക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് AI വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. കണ്ടന്റിന് പറ്റിയ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇമേജസും AI ഉണ്ടാക്കി തരാൻ പറ്റും. സോ ഇത് ബുക്ക് എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനെ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും, അല്ലെ, ഗ്രാമർ ചെയ്യാനൊക്കെ പറ്റും. അത് നമുക്ക് ആമസോണിന്റെ കിൻഡിൽ എഡിഷനിൽ നമുക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് കിൻഡിൽ എഡിഷനിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊരു വരുമാന മാർഗമാക്കി എടുക്കാൻ പറ്റും. പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാം. യൂട്യൂബ് ചാനലിന്റെ കേസ് പറയുമ്പോൾ ഇപ്പൊ ഈ കുട്ടികളെല്ലാം ആനിമേഷൻ വീഡിയോസ് സാർ കണ്ടാൽ തന്നെ അറിയാം. നമ്മളെ ഡോറാബുജിയോ അല്ലെ, അങ്ങനത്തെ ഒരുപാടെണ്ണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ജസ്റ്റ് നമ്മൾ സ്റ്റോറി ഇട്ട് കൊടുത്താൽ കംപ്ലീറ്റ് വീഡിയോ നമുക്ക് ആക്കി കിട്ടുമല്ലേ. അല്ലെ, ഇത് അനുസരിച്ച് എന്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇതിന് അങ്ങോട്ടേക്ക് കൗണ്ടർ ചെയ്താൽ പോലും AI-നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ AI-നെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ഇനിയൊരു സംഭവം പോസിബിൾ അല്ല. അപ്പൊ ഇപ്പോഴേ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോയാലൊക്കെ അവർക്കൊരു ബെറ്റർ സാധനം കിട്ടുമെന്നുള്ളതാണ്, അല്ലേ? അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും. ഇനിയുള്ള കാലത്ത് നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മുന്നേ എന്താ വെച്ചാൽ ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് റാങ്ക് കാര്യങ്ങളാണ്. ഇനി അങ്ങനെയല്ല വരുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങൾക്ക് AI ടൂൾസിൽ പ്രൊഫഷൻസി ഉണ്ടോ എന്നാണ് ആൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ? തീർച്ചയായും. നമ്മള് കുട്ടികൾക്ക് കോഡിങ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെക്കേഷനൊക്കെ വരുന്ന സമയത്ത്. ഇപ്പം എൻ്റെ മോനൊക്കെ ഉണങ്ങുന്ന AI പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ അത് പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും പരിപാടികൾ, അതിനെക്കുറിച്ച് അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് ചിന്തിക്കാവുന്നുള്ള രാഹുലും തീർച്ചയായും. അപ്പോൾ എന്തായാലും അടിപൊളി. അപ്പം നമ്മുടെ ആളുകൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് AI-നെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ദ ബ്ലെസ്ഡ് കപ്പിൾസ് ഇവർ പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ അപ്പോഴും പഠിപ്പിക്കും. അപ്പോൾ ഓരോ എപ്പിസോഡിലും നമുക്ക് വ്യത്യസ്ത സാധനങ്ങൾ കൊണ്ടുവരാൻ മനസ്സിലായി കേട്ടോ. താങ്ക് യു രാഹുൽ, താങ്ക് യു സോ മച്ച്.